നമസ്കാരം പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. പ്രളയം വിഴുങ്ങിയ മണ്ണിൽ നിന്ന്, വീടില്ലാതായ മനുഷ്യരുടെ നെടുവീർപ്പുകൾക്കിടയിൽ നിന്ന് നാം വീണ്ടും ചോദിക്കുകയാണ്, എവിടെയാണ് നമ്മുടെ ഭരണ സംവിധാനങ്ങൾ? ആകാശത്തു നിന്ന് മഴ തോരാതെ പെയ്യുമ്പോൾ, താഴെ പുഴകൾ കരകവിഞ്ഞൊഴുകുമ്പോൾ ആയിരക്കണക്കിന് സാധാരണക്കാരുടെ പ്രതീക്ഷകളാണ് ഒലിച്ചു പോകുന്നത്. അധ്വാനിച്ചുണ്ടാക്കിയ വീടും സമ്പാദ്യവും പ്രിയപ്പെട്ടവരുടെ ജീവൻ പോലും വെള്ളപ്പാച്ചിലിൽ മുങ്ങിത്താഴുമ്പോൾ ഈ നാടിനെ നയിക്കേണ്ടവർ എവിടെയാണ്? ദുരന്തങ്ങൾ മുന്നിൽ നിൽക്കുമ്പോൾ ജനങ്ങളെ ചേർത്തു പിടിക്കേണ്ട ഉത്തരവാദിത്തമുള്ളവർ എവിടെയാണ്? ഒരു ദുരന്തമുണ്ടാകുമ്പോൾ പത്രസമ്മേളനങ്ങൾ വിളിച്ച് വലിയ വാക്കുകൾ പറയുന്നതും ക്യാമറകൾക്ക് മുന്നിൽ അടിയന്തര യോഗങ്ങൾ ചിത്രീകരിച്ച് കാണിക്കുന്നതുമല്ല ഭരണം. പ്രളയജലത്തിൽ ജീവന് വേണ്ടി കേഴുന്ന മനുഷ്യന് തൊട്ടടുത്ത് സഹായമെത്തിക്കുക എന്നതാണ് ഭരണത്തിന്റെ പ്രാഥമിക ദൗത്യം. എന്നാൽ ഇന്ന് നാം കാണുന്നത് എന്താണ്? ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് ഒരു നിമിഷമൊന്ന് കണ്ണോടിക്കൂ. തണുത്തു വിറച്ച് വസ്ത്രം പോലും മാറാനില്ലാതെ വിശന്നു വലയുന്ന കുഞ്ഞുങ്ങളുടെ ചിത്രം ഏതൊരു മനുഷ്യന്റെയും നെഞ്ചു പിളർക്കും. കുടിക്കാൻ ഒരു തുള്ളി കുടിവെള്ളത്തിനോ വിശപ്പടക്കാൻ ഒരു പൊതി ചോറിനോ വേണ്ടി ക്യാമ്പുകളിൽ മണിക്കൂറുകളോളം കാത്തു നിൽക്കേണ്ടി വരുന്ന അവസ്ഥ. സമയത്തിന് ആഹാരം എത്തിക്കാൻ പോലും കഴിയാത്ത വിധം ഇത്രയും ദയനീയമായി പരാജയപ്പെട്ട ഒരു സംവിധാനത്തെ നാം എന്തു വിളിക്കണം? ദുരന്ത സാധ്യത മുൻകൂട്ടി കാണാനോ ജനങ്ങളെ കൃത്യസമയത്ത് സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റാനോ കഴിയാത്ത ഈ സംവിധാനം, വർഷാവർഷം പ്രളയവും ഉരുൾപൊട്ടലും വന്നിട്ടും പഠിക്കാൻ തയ്യാറാകാത്ത ഭരണാധികാരികൾ. പ്രകൃതി ദുരന്തങ്ങൾ കടന്നു വരുമ്പോൾ ഞങ്ങൾ ഒപ്പമുണ്ടെന്ന് മൈക്കിലൂടെ വിളിച്ചു പോവാൻ എളുപ്പമാണ്. എന്നാൽ ദുരിതത്തിന്റെ കയത്തിൽ മുങ്ങിത്താഴുമ്പോൾ കരകയറ്റാൻ ഒരു കൈത്താങ്ങ് നീട്ടാത്ത അധികാരികളുടെ വാക്കുകൾക്ക് എന്ത് വിലയാണുള്ളത്? ക്യാമ്പുകളിൽ കഴിയുന്നവരുടെ കണ്ണ് നനയുന്നത് വീട് നഷ്ടപ്പെട്ടത് കൊണ്ട് മാത്രമല്ല, തങ്ങളെ നോക്കാൻ ആളില്ലല്ലോ എന്ന നിരാശ കൊണ്ട് കൂടിയാണ്. രോഗികളായ വയോധികർക്ക് മരുന്നില്ല, പിഞ്ചുകുഞ്ഞുങ്ങൾക്ക് പാലില്ല, സ്ത്രീകൾക്ക് അടിസ്ഥാന സൗകര്യങ്ങളില്ല. എന്നിട്ടും ഇതെല്ലാം തൃപ്തികരമെന്ന് അവകാശപ്പെടാൻ ഈ ഭരണകൂടത്തിൽ ചിലർക്ക് നാണമില്ലേ? ഇത് ജനങ്ങളുടെ നികുതി പണം കൊണ്ട് ഭരിക്കുന്നവർ ചെയ്യുന്ന ദാനമല്ല, അവരുടെ ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തം മറന്ന് ദുരന്തമുഖത്ത് പോലും വീഴ്ചകൾ മറച്ചുവെക്കാൻ ന്യായീകരണങ്ങൾ കണ്ടെത്തുന്ന ഒരു സംവിധാനത്തെ അപമാനത്തോടെ അല്ലാതെ വേറെ എങ്ങനെയാണ് കാണാൻ സാധിക്കുക? അനാസ്ഥയുടെയും അനാസൂത്രണത്തിന്റെയും ഇരകളായി മാറിയത് ഈ നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങളാണ്. മഴ പെയ്തൊഴിയുമായിരിക്കും, വെള്ളം ഇറങ്ങുമായിരിക്കും. എന്നാൽ സ്വന്തം ജനങ്ങളെ വഴിയിൽ ഉപേക്ഷിച്ച ഈ ഭരണ സംവിധാനത്തിന്റെ പരാജയം കാലം മായ്ച്ചു കളയില്ല. വിശപ്പ് കൊണ്ട് കരയുന്ന കുഞ്ഞുങ്ങളുടെ കണ്ണുനീരിനും ക്യാമ്പുകളിലെ ഇരുട്ടിൽ പ്രതീക്ഷയേറ്റ മനുഷ്യരുടെ ശാപത്തിനു മുന്നിൽ ഭരണകൂടത്തിന് ഇന്നല്ലെങ്കിൽ നാളെ മറുപടി പറയേണ്ടി വരും. ചുമരുകൾക്കിടയിൽ തണുത്തുറഞ്ഞ നിലത്ത് എങ്ങോട്ടോ വെറുതെ നോക്കിയിരിക്കുന്ന ആ മനുഷ്യരെ കാണുമ്പോൾ ഏത് കൽനെഞ്ചാണ് അലിയാതിരിക്കുക? ജീവിതകാലം മുഴുവൻ വിയർപ്പൊഴുക്കി ഉണ്ടാക്കിയതെല്ലാം ഒരൊറ്റ രാവ് കൊണ്ട് പ്രളയജലം കവർന്നെടുത്തപ്പോൾ ഉടുതുണിക്ക് മറുതുണിയില്ലാതെ 4 ചുവരുകൾക്കുള്ളിൽ പായ പോലുമില്ലാതെ ചുരുണ്ടുകൂടേണ്ടി വന്ന മനുഷ്യരുടെ വേദന വാക്കുകൾക്ക് അപ്പുറമാണ്. ഒരു കുപ്പി കുടിവെള്ളത്തിനു വേണ്ടി, ഒരു നേരത്തെ ആഹാരത്തിനു വേണ്ടി കൈനീട്ടേണ്ടി വരുമ്പോൾ അവരുടെ ഉള്ളിൽ തോന്നുന്ന സ്വാഭിമാനത്തിന്റെ മുറിവ് എത്ര വലുതായിരിക്കും? വിശന്നു കരയുന്ന പിഞ്ചുകുഞ്ഞിന് കൊടുക്കാൻ ഒരു തുള്ളി പാലില്ലാതെ നെഞ്ചോട് ചേർത്തു പിടിച്ച് നിശബ്ദമായി കണ്ണീർ വാർക്കുന്ന ഒരു അമ്മയുടെ സങ്കടം ഭരിക്കുന്നവർ കാണുന്നുണ്ടോ? അവശ്യ മരുന്നുകളില്ലാതെ തണുപ്പിൽ വിറച്ചു കിടക്കുന്ന വയസ്സായ അമ്മമാരുടെയും അച്ഛന്മാരുടെയും ദയനീയമായ മുഖങ്ങൾ ഏതു ഭരണാധികാരിയുടെ ഉറക്കമാണ് കെടുത്താത്തത്? എല്ലാം ശരിയാകും എന്ന പതിവ് വാക്കുകൾ കേട്ടു മടുത്ത മനുഷ്യരാണ് ഇവിടെ ഉള്ളത്. അവർ ചോദിക്കുന്നത് ആനുകൂല്യങ്ങളല്ല, ജീവിക്കാനുള്ള അവരുടെ അവകാശമാണ്. ദുരിതാശ്വാസ ക്യാമ്പ് എന്നത് ആരുടെയും ദാനധർമ്മമല്ല, ദുരന്തത്തിൽപ്പെട്ട മനുഷ്യർക്ക് നൽകേണ്ട പ്രാഥമികമായ കരുതലാണ്. ആ കരുതൽ പോലും സമയത്ത് എത്തിച്ചു നൽകാൻ കഴിയാത്ത വിധം നിസ്സംഗമായി പോയ ഒരു സംവിധാനത്തിന് മുന്നിൽ അവർ ചിന്തുന്ന ഓരോ തുള്ളി കണ്ണുനീരിനും വലിയൊരു ചോദ്യചിഹ്നമായി അവശേഷിക്കും. ഭരണാധികാരികൾ ഇനിയെങ്കിലും കണ്ണു തുറക്കണം. പൊള്ളയായ വാഗ്ദാനങ്ങൾ നിർത്തി അടിയന്തരമായി ക്യാമ്പുകളിൽ അവശ്യ സാധനങ്ങളും ഭക്ഷണവും മരുന്നും എത്തിക്കാൻ തയ്യാറാകണം. നാടിന്റെ സങ്കടം കേൾക്കുക, തെറ്റുകൾ തിരുത്തുക, ജനങ്ങളുടെ ക്ഷമയെ പരീക്ഷിക്കരുത്. എല്ലാവർക്കും നന്മകൾ നേരുന്നു.